CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനം. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സഭാ തർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരിയിൽ യാക്കോബായ വിഭാഗം കൈവശം വെച്ചിരുന്ന 3 കുരിശടികളും പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന പാരിഷ് ഹാളും പോലീസ് സീൽ ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കിയത് തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെ. ചൊവ്വന്നൂർ പഞ്ചായത്ത് ഉപതിരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം ചൊവ്വാഴ്ച പോളിംഗ് നടക്കും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസത്തിലാണ്. ചാവക്കാട് ഓടിക്കൊണ്ടിരുന്ന ഓമിനി വാനിനെ തീപിടിച്ചു. ആളപായമില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 സംഭവം. വായന മനുഷ്യനെ സ്വയം മാനവീകരണത്തിലേക്ക് നയിക്കുമെന്നും ലോകബോധമുണ്ടാക്കി തരുമെന്നും ചരിത്ര ഗവേഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ SK വസന്തൻ. കിരാലൂരിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള PG വായനക്കൂട്ടത്തിന്റെ സാഹിത്യ സംവാദ ക്യാമ്പയിൻ വായനയുടെ സൗന്ദര്യശാസ്ത്രം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF പുന്നൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണത്തിനെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. തകർന്നു വീണ കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ പൊതുമരാമത്ത് വകുപ്പ് പുനർനിർമ്മിക്കണമെന്ന് CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. മുല്ലപ്പിള്ളിക്കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സദസ്സും ക്വാറിക്ക് മുന്നിൽ പ്രതിഷേധ ബോർഡും സ്ഥാപിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ കൃത്യവിലോപം നടത്തുന്നുവെന്ന് ആരോപിച്ച് വേലൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കടപ്പുറം സ്വദേശി മരിച്ചു. വട്ടേക്കാട് സഹകരണ ബാങ്കിന്റെ തെക്കുഭാഗത്ത് താമസിക്കുന്ന പുതിയ വീട്ടിൽ നൌഷാദാണ് മരിച്ചത്. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പീസ് പോസ്റ്റർ കോൺടെസ്റ്റിന്റെ ഭാഗമായി ചൂണ്ടൽ ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയിക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുന്നംകുളം കൊമേറ്റ് സർക്കിൾ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് വർണ്ണാഭമായി. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU കുന്നംകുളം മുനിസിപ്പൽ സമ്മേളനം നടന്നു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം ടീം വെല്ലിക്ക കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വേൾഡ് ഹെൽത്ത് കവറേജ് ഡേയുടെ ഭാഗമായി ഡിസംബർ 12 വ്യാഴാഴ്ച 2ാമത് ഓൾ കേരള മിനി മാരത്തൺ വാക്കിംഗ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ഡീപോൾ ആശ്രമം സുപ്പീരിയർ ഫാദർ വർഗീസ് തിരുത്തിച്ചിറ ക്രിസ്തുമസ് ആഘോഷം തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഴഞ്ഞി മാർ ബെസേലിയസ് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടത്തി. സ്കൂൾ അങ്കണത്തിൽ പതാക ഉയർത്തി പ്രധാന അധ്യാപകൻ G+ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ ലാബ് മേഖലയിലെ ആശങ്കകൾ അകറ്റണമെന്നും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിലെ അപാകതകൾ പരിഹരിക്കണമെന്നും പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻ അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി മാനുവൽ മാർത്തോമ പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിന്റർ നാലിയ കരോൾ റോഡ് ഷോ കാണികൾക്ക് വിസ്മയം തീർത്തു. കേരള ടൈലേഴ്സ് അസോസിയേഷൻ എരുമപ്പെട്ടി യൂണിറ്റ് സമ്മേളനം മങ്ങാട് പഞ്ചായത്ത് ഹാളിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ആരാധനാലയ നിയമസംരക്ഷണ സംഗമം വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചന്നൂർ സെന്ററിൽ നടത്തി. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 2022-23 SSLC ബാച്ച് നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ക്ലബ്സ് ഓഫ് സലൂണിന്റെ മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് അവാർഡ് കുന്നംകുളം സ്വദേശി നിമി പ്രസാദിനെ. മേക്കപ്പ് മേഖലയിലെ 15 വർഷത്തെ പരിചയമുള്ള ഇവർ ബ്രൈഡൽ മേക്കപ്പിലൂടെയാണ് കരിയർ ആരംഭിച്ചത്. SDPI പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിൽ ഷഹീദ് ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും നടത്തി. പ്രബോധന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനും പെരുമ്പലാവിൽ ഇസ്ലാമിക നവോത്ഥാന ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമി അംഗം പെരുമ്പലാവ് വള്ളിയിൽ ദാറുസലാം മൻസിൽ ഹൈദ്രോസ് മുഹമ്മദ് ഓർമ്മയായി. SDPI കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിൽ ഷഹീദ് ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും കരിക്കാട് അല്ലമിൻ സ്കൂളിൽ നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.